വാക്കു പറഞ്ഞിട്ട് പാലിക്കാത്തവനല്ല, പറ്റില്ല എന്ന് പറഞ്ഞാലും അത് പിന്നീട് അനുസരിച്ച് പാലിക്കുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൻ്റെ സ്വന്തമായി മാറുക എന്ന് ഇന്ന് മത്തായിയുടെ 21 അധ്യായം 28 മുതൽ തിരുവചനങ്ങളിൽ ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ആ 2 മക്കളുടെ ഉപമ പറഞ്ഞുകൊണ്ട്. ഈശോ ഈ അനുസരിക്കുന്നവരെ വിജാതീയരുടെ കൂട്ടത്തിലാണ് പെടുത്തിയത്. കാരണം അങ്ങനെയുള്ളവരായിരുന്നു. ഈശോ പറയുന്ന ചുങ്കക്കാരും വേശ്യകളും, സമൂഹം മാറ്റി നിർത്തിയ അധസ്ഥിതരെന്നും അധകൃതരെന്നും ഒന്നിനും കൊള്ളാത്തവരെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയവരാണ് അനുതപിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്, നിത്യജീവനിലേക്ക് പ്രവേശിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈ വചനത്താൽ വിലയിരുത്തേണ്ടതുണ്ട്. നീ ശരിയായ ഒരു അനുതാപത്തിലൂടെ അനുസരണയിലേക്ക് പ്രവേശിക്കുമോ? ആമേൻ.